ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതാണ്. തേങ്ങാക്കൊത്തിട്ട സ്പെഷ്യൽ ബീഫ് വരട്ടിയത്. അതിന് വേണ്ടി ഒരു 2 സവോള ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒരു ഇടിച്ചെടുക്കുക, നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ ഒരു പാൻ ചൂടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ട് തീ കുറച്ച് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നിടം വരെ, അതായത് ഒരു നന്നായിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ ഇന്ന് ഈ ബീഫ് 1.5 കിലോ ബീഫാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം അതിനകത്തോട്ട് സവോള കനം കുറച്ച് അരിഞ്ഞ് സവോള നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതൊരു വഴറ്റിയെടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മീറ്റ് മസാല എന്നിവ ഇട്ട് കുറച്ച് കുരുമുളക് പൊടി, ഒരു ടീസ്പൂണാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം എരിവിനനുസരിച്ച് ഇടാം. പിന്നെ കുറച്ച് സോൾട്ട് ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കുക. അത് കരിഞ്ഞു പോകാതെ തീ നന്നായി കുറച്ച് വെച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഇളകി നല്ല ഒരു പരുവാകുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പച്ചമുളകും കരിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ ഇച്ചിരി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഞാനൊരു 5 വിസിലടിച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണിത്. അത് അതിനകത്തോട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വേകുന്നിടം വരെ അടച്ചു വെച്ച് വേവിച്ചു എടുത്തു വെച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് വരട്ടിയത്. താങ്ക് യു.